ജാതീയ ഉച്ചനീചത്വങ്ങൾ വളരെ ശക്തമായിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാട്ടിയ ഒരു കീഴ്ജാതിക്കാരൻ്റെ ഐതിഹ്യമാണ് പൊട്ടൻ തെയ്യത്തിനു പിറകിലുള്ളത്. ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കുഴയ്ക്കുന്ന ഒരാളെ പൊട്ടൻ എന്ന് മുദ്രകുത്തി തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറുന്നതിനാലും പറയേണ്ട കാര്യങ്ങളെല്ലാം തമാശയും കാര്യവും കൂട്ടിക്കുഴച്ച് പറഞ്ഞു ഫലിപ്പിക്കുന്ന പൊട്ടംകളി കളിക്കുന്നതുകൊണ്ടുമായിരിക്കാം തെയ്യത്തിന് ഈ പേര് വന്നത് എന്നാണ് വിശ്വാസം. തെയ്യം നടക്കുന്ന സ്ഥലത്ത് പുളിമരം, ചെമ്പകമരം തുടങ്ങിയ മരങ്ങൾ ഉയരത്തിൽ കൂട്ടിയിട്ടുണ്ടാക്കുന്ന മേലേരിക്ക് തീ കൊടുക്കും. രാവിലെ 5 മണി ആകുമ്പോഴേക്കും ഇവ ഏകദേശം കത്തി കനലായി തീർന്നിട്ടുണ്ടാകും. ആ സമയത്താണ് പൊട്ടൻ തെയ്യം പുറപ്പെടുക. ഇതിനിടെ കനൽ മാത്രം ഒരിടത്തും കത്തിക്കൊണ്ടിരിക്കുന്നവ മറ്റൊരിടത്തും കൂട്ടിയിടും. പൊട്ടൻ തെയ്യം കത്തുന്ന തീയിലും കനലിലും മാറി മാറി ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യും. തീയെ പ്രതിരോധിക്കുവാൻ കുരുത്തോല കൊണ്ടുള്ള ഉടയുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ പൊള്ളലേൽക്കുവാൻ സാധ്യതയുള്ളൊരു അനുഷ്ഠാനമാണിത്. കത്തുന്ന തീയിലിരിക്കുമ്പോഴും കുളിരണ്, വല്ലാതെ കുളിരണ് എന്നാണ് പൊട്ടൻ തെയ്യം പറയാറുള്ളത്. സാധാരണ തെയ്യങ്ങൾക്ക് കണ്ടുവരാറുള്ള മുഖത്തെഴുത്ത് ഈ തെയ്യത്തിനില്ല. പകരം മുഖത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയ മുഖാവരണം അണിയുകയാണ് പതിവ്. വയറിലും മാറിലും അരി അരച്ചു തേക്കുന്നതും പതിവാണ്. ഉടലിൽ 3 കറുത്ത വരകളും ഉണ്ടാകും. തലയിൽ കുരുത്തോല കൊണ്ടുള്ള മുടിയും അരയിൽ ധരിക്കുന്ന കുരുത്തോലകളും പൊട്ടൻ തെയ്യത്തിൻ്റെ പ്രത്യേകതയാണ്.